അതിൻ്റെ കൂടെ ഒരു സാക്ഷ്യം പറയാനുണ്ട്. 2 ആഴ്ച മുമ്പ് നമ്മുടെ ഇവിടെ സഹായിക്കുന്ന നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ, CD ഫ്രാൻസിസ് പാലൂര്, നിങ്ങൾക്ക് പലർക്കും അറിയാം. ആള് ഇങ്ങനെ ബൈക്കിൻ്റെ സൈലൻസർ കൊണ്ട് കാല് പൊള്ളി. പിറ്റേ ദിവസം എന്തായാലും പഴുക്കേണ്ടതാണ്. ഓടി പോയിട്ട് ആത്മാഭിഷേക മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി. പിറ്റേ ദിവസം നോക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആ പൊള്ളിയ ഭാഗം മുഴുവൻ ഇങ്ങനെ കരിഞ്ഞിരിക്കുക, ഉണങ്ങി കരിഞ്ഞിരിക്കുക. അപ്പം മാതാവിൻ്റെ മാധ്യസ്ഥ ഒത്തിരി സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് കരഘോഷം മുഴുക്കിയിട്ട് ഒരു ഉക്കരം കയറി മാതാവ് പുഷ്പാദാനം കൊടുക്കാം. മാത്രമല്ല ദിവസങ്ങളിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 14 വയനാട്ടിൽ നിന്ന് സിസ്റ്റർ വിളിച്ചിരുന്നു. ഇന്നലെ സിസ്റ്റർ വിളിച്ചു. ആ സിസ്റ്റർ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററാണ്. 46,000 രൂപ കാണാനില്ല. 46,000 രൂപ കാണാനില്ല. ഉടനെ സിസ്റ്റർക്ക് ഭയങ്കര അങ്കലാപ്പായി. മാത്രമല്ല ഒത്തിരി പേര് സംശയിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആത്മാഭിഷേക മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കോളാൻ പറഞ്ഞു. സിസ്റ്റർക്ക് സിസ്റ്റർ ചോദിച്ചു, ചൊല്ലി കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടുമോ ചോദിച്ചു. നമ്മുടെ ധാരണ അതൊക്കെയാണല്ലോ, ചൊല്ലി കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടുമോ. അപ്പോൾ സിസ്റ്റർ ചൊല്ലി കർത്താവ് എന്തെങ്കിലും കാണിച്ചു തരും, മലയാളം മാതാവ് കാണിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ ചൊല്ലി തുടങ്ങി. സിസ്റ്റർ ഒത്തിരി പേര് സംശയം. നമ്മൾ സിസ്റ്റർ ആരെയും സംശയിക്കണ്ട, കാരണം നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരപരാധിനെ സംശയിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് മനസ്സിൽ വെറുപ്പ് അസ്വസ്ഥതയ്ക്കായിട്ട് വരും. സിസ്റ്റർക്ക് ഭയങ്കര സംശയമായിരുന്നു, ഒത്തിരി പേരെ സംശയിച്ചിരുന്നു. അങ്ങനെ സിസ്റ്റർ ചൊല്ലി കഴിഞ്ഞ് ഇന്നലെ സിസ്റ്റർ വിളിച്ചേക്കാണ്. അത് മാതാവ് ശരിക്കും എടുത്ത് കാണിച്ചു. കണക്ക് എഴുതാൻ വന്നപ്പോൾ കണക്കിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണത്. ഈ 46,000 രൂപ സിസ്റ്റർ എടുത്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിട്ടുപോയി കണക്കിൽ എഴുതാനായിട്ട്. ആ കണക്കിൽ വന്ന മിസ്റ്റേക്കാണ്. അത് മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത സിസ്റ്റർ നന്ദി പറഞ്ഞിട്ട് എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട്. കരങ്ങടിച്ച ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അപ്പോൾ തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ ഈ ദിവസം അടയാളങ്ങൾ ഉണ്ട്. ഒന്നാമതായിട്ട് ഒരു കാര്യം കൂടിയും പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ടെൻസി സാക്ഷ്യം പറഞ്ഞു. ടെൻസിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാക്ഷ്യം പറയാനായിട്ട്. പക്ഷേ ടെൻസിൽ സാക്ഷ്യം കേട്ടിട്ട് ഒത്തിരി പേര് ആശുപത്രി കിടക്കുന്നവരും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങാതെ രാത്രി കരയുന്ന കുഞ്ഞുങ്ങളുടെ തലയ്ക്കാൻ ഭാഗത്ത് ഈ ആത്മാഭിഷേക മാതാവിൻ്റെ പടം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ശാന്തതയാണ്, ഭയങ്കര ശാന്തത. കഴിഞ്ഞ ദിവസങ്ങൾ ഒത്തിരി പേര് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഭയങ്കര ഒരു സംരക്ഷണ കോട്ട കെട്ടണ പോലെ കുഞ്ഞുങ്ങൾ ശാന്തമായിട്ട് വാശി പിടിച്ച് കരയുന്ന കുഞ്ഞുങ്ങൾ ശാന്തതയോട് കൂടിയിട്ട് അവിടുന്ന് വ്യത്യാസം കാണുന്നുണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് അരങ്ങടിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്താം. സിജു എന്ന സഹോദരൻ ബഹ്റിനിൽ ജോലിക്ക് പോയിരുന്നു. അവിടെ വെച്ച് ഒരാൾ അയാളെ കള്ളക്കേസിൽ കുടുക്കിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു. ആത്മാഭിഷേക മാതാവിൻ്റെ ഫോട്ടോയും പ്രാർത്ഥനയും കൊടുത്തു. എന്നിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് സഹോദരൻ ജയിലിൽ നിന്ന് മോചനം ലഭിച്ചു. അവിടെ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം നൽകിയ റോസാമിശ്യ മാതാവിനും ആത്മാഭിഷേക മാതാവിനും ചാവറയച്ചനും 1000 നന്ദി രേഖപ്പെടുത്തുന്നത് എന്ന് ഒരു വിശ്വാസി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ പ്രകൃതിപ്പെടുത്താം. നമുക്ക് പ്രത്യേകം